സ്നേഹപൂർവ്വം ക്ഷമ ദുർഗ സീരിയലിൻ്റെ മഹാസംഗമ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി ടെൻഷനിൽ രാധികയുടെ ഫോണിലേക്ക് വിളിച്ച് വരണ്ട കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. വരണ്ട ശബ്ദം കേൾക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് ആശ്വാസം വന്നത്. അങ്ങനെ മുത്തശ്ശി അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ വരണ്ടും കൂടുതൽ സങ്കടമാകുവാണ്. അങ്ങനെ വരൺ കരയുന്നത് കണ്ട് രാധിക ഫോൺ മേടിക്കണേ. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക, വരണിൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ വരണ്ണെ താങ്ങി നിർത്താൻ ഞാനുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി മുത്തശ്ശിക്കും അച്ഛനും അമ്മക്കും ഒക്കെ തന്ന വാക്ക് പാലിച്ചിരിക്കും. ഞങ്ങൾ എല്ലാം നേടിയെടുത്തുകൊണ്ട് കടമകളിലേക്ക് തിരിച്ചു വരും. വരണ്ട കാര്യമെടുത്ത് മുത്തശ്ശിന് ഒന്നുകൂടി ടെൻഷൻ ആവേണ്ട കേട്ടോ. എനിക്കറിയാം മോളെ, നീ അവൻ്റെ കൂടെയുള്ളതാ എൻ്റെ ഏക ആശ്വാസം. എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ അവനൊന്ന് വിളിക്കാതിരിക്കാനും അവൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനും തോന്നിയില്ല. എന്നാൽ ശരി മോളെ, മുത്തശ്ശി ഫോൺ വെക്കുക. അങ്ങനെ പറഞ്ഞ് ഫോൺ കിട്ടിയോണ്ടോ മുത്തശ്ശി. ഈ സമയം വരുണാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുവാണ്. പാവം മുത്തശ്ശി എപ്പോഴും നമ്മോട് പറയില്ലേ, മുത്തശ്ശി ആയുസ് കൂട്ടിത്തരണേന്ന് ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയോ? നമ്മുടെ കൂടെ ജീവിക്കാൻ അത്രയ്ക്ക് കൊതിയുള്ള ആളാ. ഇപ്പോൾ ജീവിതം പോലും മടുത്ത് എന്നോട് സങ്കടം പറഞ്ഞത്. സഹിക്കാൻ പറ്റുന്നില്ല രാധികെ. മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം പോലെ തോന്നുവാ. അന്നേരം രാധിക പറഞ്ഞേ, വരൺ ഇങ്ങനെ തളർന്നു പോരുത്. മുത്തശ്ശീനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത വരണ്ട മനസ്സിൽ എപ്പോഴും ഉണ്ടാവല്ലോ. അതൊരു കനലായിട്ട് ഉള്ളിൽ തന്നെ കിടക്കണം. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകുകയുള്ളൂ. നമ്മളെല്ലാം തിരിച്ചു പിടിക്കും വരുൺ. മുത്തശ്ശീനെയും അമ്മയും അച്ഛനെയും ഒക്കെ അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ ഒപ്പം സന്തോഷത്തോടെ നമ്മൾ ജീവിക്കും. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകും. ആ ഒരു വിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വരണിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുവാണ്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് ഒരു കുട്ടി അവിടെ ഒരു കാടിൻ്റെ അടുത്ത് കത്തിക്കരിഞ്ഞ നിലയുള്ളൊരു ബോഡി കിട്ടിയെന്നറിഞ്ഞ് ആ വാർത്ത അറിഞ്ഞ് പലരും അങ്ങോട്ടേക്ക് കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒരു പയ്യനും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അന്നേരം പോലീസുകാരും ആൾക്കാരൊക്കെ ആ ഒരു ബോഡിക്ക് ചുറ്റും കൂടി നിൽക്കുക. ഈ സമയം ആ പയ്യനും അങ്ങോട്ടേക്ക് ഓടി വന്ന് ബോഡി കാണാൻ നിൽക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ ആ കോൺസ്റ്റബിൾ ചോദിക്കണേ, എങ്ങോട്ടാടാ നീ എന്ത് കാണാൻ വന്നിരിക്കുക? ദേ ആ ബോഡി കാണാൻ. ദേ ഇവിടെ വലിയ ആൾക്കാർക്ക് തന്നെ അതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറുതും കൂടി അങ്ങോട്ട് മാറി നിൽക്കടാം. ഈ സമയം ACPയും കൂട്ടരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ACP അവിടെയുള്ള SIയോട് വിവരങ്ങൾ തിരക്കുവാണ്. അന്നേരം അയാൾ പറയണേ, ആരുടേതാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല സാർ. അല്ല, ബോഡിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കിട്ടിയോ? ആ, ബോഡിയുടെ അടുത്ത് നിന്ന് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഉപയോഗിച്ചിരുന്ന സാരിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗം കരിയാത്ത രീതിയിലും കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കത്തിപ്പോയിരിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ അതെടുത്ത് നോക്കിയോ? ഇല്ല, സാറോട് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സാരിയുടെ ഭാഗം എന്ന് പറഞ്ഞ് ആ സാരി എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. പിന്നീട് ഒരു ക്രീം കളറിൽ ബാഗും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഈ ബാഗ് തുറന്ന് നോക്കിയോ? ഇല്ല. അങ്ങനെ അയാൾ ആ ഒരു ബാഗൊക്കെ തുറന്ന് ACPനെ കാണിച്ചു കൊടുക്കുവാണ്. അന്നേരം ബാഗിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഫോട്ടോഗ്രാഫും കൂടി കിട്ടിയിട്ടുണ്ടാവും. അത് ACPനെ കാണിക്കുക. ആ ഫോട്ടോഗ്രാഫ് കാണുന്നതും ACP ആകെ ഷോക്കായി പോകുവാണ് കേട്ടോ. ശ്യാമ അവസാനമായിട്ട് രാധികയ്ക്കും വരണിനും ആരതിക്കും അതുപോലെ പോലീസുകാർക്കും ഒപ്പം എടുത്ത സെൽഫി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് ശ്യാമയുടെ ബോഡി തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുക. ഓ മൈ ഗോഡ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗായക ശ്യാമയുടെ ബോഡിയാണോ ഇത്? വല്ലാതെ ഷോക്കായി പോയല്ലോ. അങ്ങനെ പറഞ്ഞ് ACP നേരെ തന്നെ വിളിക്കുന്നത് വരുണിൻ്റെ ഫോണിലേക്കാം. വരുൺ, ഇപ്പോൾ എവിടെയുള്ളത്? ഞാനിവിടെ രാധികയുടെ വീട്ടിലുള്ളത്. എന്താ സാർ, എന്ത് പറ്റി പെട്ടെന്ന് എന്താ വിളിച്ചത്? അത് പിന്നെ വരുൺ, ഇവിടെ അടുത്തൊരു കാടിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിലൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. ബോഡിയുടെ അടുത്തൊന്നും ഉപയോഗിച്ചിരുന്ന സാരിയുടെ ചെറിയൊരു ഭാഗവും അതുപോലെ അവരുപയോഗിച്ചിരുന്ന ഒരു ബാഗും കിട്ടിയിട്ടുണ്ട്. ആ ബാഗിൽ നിന്നും ഒരു ഫോട്ടോഗ്രാഫ് കൂടി കിട്ടി. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എന്നെ വരുണിനോട് പറയുവാണ്. ACPയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും ഞെട്ടി തിരിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്ടോ വരുൺ. സാർ, ഷുവറാണോ ഈ പറഞ്ഞതൊക്കെ? എന്താണെങ്കിലും നിങ്ങളൊന്ന് വന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഞാൻ ലൊക്കേഷൻ അയക്കാം. വരുൺ രാധികയും കൂട്ടി അവിടെ എത്തണം. ശരി സാർ, ഞാൻ രാധികയും കൂട്ടി വരാം എന്നും പറഞ്ഞ് വരുൺ ഒത്തിരി സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ റൂമിൽ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം വരുൺ വളരെ സങ്കടത്തോടെ രാധികയുടെ അരികിൽ ചെല്ലുക. എടോ രാധികെ, താൻ വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്കാ വരുൺ? എടോ അത് പറയാം, ACP വിളിച്ചിട്ടാണ്. നമുക്ക് ഉടനെ പോകണം. എന്തു പറ്റി വരുൺ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ വരുണിൻ്റെ മുഖത്തൊരു ടെൻഷൻ പോലെ? അച്ഛനോ അമ്മക്കോ മുത്തശ്ശിക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് അതൊന്നും അല്ലടോ, താൻ വാ. പിന്നെ എന്തു പറ്റി? എന്തിനാ ACP വരാൻ പറഞ്ഞത്? എടോ താൻ അങ്ങോട്ട് വാ, നമുക്ക് നാട് വരെ ചെന്ന് നോക്കാം. അങ്ങനെ രാധികയും കൂട്ടി വരുൺ പുറപ്പെടുവാണ്. ഇതേ സമയം അവിടെ മോർച്ചറിയുടെ മുമ്പിലാണെങ്കിൽ ശ്യാമയുടെ കുറേ ആരാധകരൊക്കെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ടാകും. അതുപോലെ മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ടാകും. കാട്ടിൽ നിന്നും കിട്ടിയ മൃതദേഹം ഗായിക ശ്യാമയുടേതാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.
അങ്ങനെ അവർ അവിടെ റിപ്പോർട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഓട്ടോറിക്ഷയിൽ വരുണിൻ്റെ രാധിക അവിടെ എത്തുന്നത്. അങ്ങനെ വരുണിൻ്റെ രാധിക നേരെ എ സി പിയുടെ അരികിലേക്ക് ചെല്ലുക. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്തിനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? വരുൺ എന്താ ഇവിടെ? അന്നേരം എ സി പി പറയണേ, അത് പിന്നെ രാധിക, ശ്യാമ മാഡത്തിന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് രാധിക ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷേ ഇവിടെ മോർച്ചറിയിൽ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? അത് പറയാം, ഒരു മിനിറ്റ്. ദേ ഈ ബാഗ് ശ്യാമമാട് ഉപയോഗിച്ചിരുന്നതാണോ? രാധിക നോക്കുവാണ്. ഈ സമയം അവിടെ റിപ്പോർട്ടേഴ്സ് എല്ലാം രാധികനെ സൂം ചെയ്തുകൊണ്ട് അതെല്ലാം വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ആ ബാഗ് രാധിക തിരിച്ചറിയണേ, ഇത് അമ്മയെ കാണാതാകുന്ന സമയത്തൊക്കെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗായിരുന്നു. ഈ ബാഗിൽ നിന്നും കിട്ടിയതാ ഈ ഫോട്ടോഗ്രാഫ് എന്നും പറഞ്ഞ് ആ ഒരു ഫോട്ടോഗ്രാഫും കാണിച്ചു കൊടുക്കുക. അത് കാണുമ്പോൾ രാധിക പറയണേ, വരൂ ദേ അമ്മ നമ്മുടെ ഒപ്പം എടുത്തില്ലേ അന്ന് ആ സെൽഫി ആയത്, ഇതൊക്കെ എവിടെ നിന്നാണ് സാർ കിട്ടിയത്? അന്നേരം ആ സാരിയും കൂടി രാധികയെ കാണിക്കണേ, ദേ ശ്യാമ മാഡത്തിൻ്റെതാണോ ഈ സാരി? അങ്ങനെ രാധിക നോക്കുന്നതും പൊട്ടിക്കരയുവാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ തന്നെയാ. എവിടെയാ എൻ്റെ അമ്മയുള്ളത്? എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് സാർ എന്ന് പറഞ്ഞ് രാധിക കരയുവാണ്. അന്നേരം വരുണയും സി പി ഒക്കെ എങ്ങനെ രാധികയുടെ കാര്യങ്ങൾ പറയുമെന്നറിയാതെ മടിച്ചു നിൽക്കുവാണ്. ഈ സമയം ആ ഒരു മാധ്യമപ്രവർത്തക രാധികയുടെ അരികിലേക്ക് വരുവാം. എന്തായി സാർ? കിട്ടിയ വസ്തുക്കളെല്ലാം ശ്യാമ മാഡത്തിൻ്റെതാണെന്ന് മകൾ പറഞ്ഞ സ്ഥിതിക്ക് മരിച്ചത് ശ്യാമ മാഡം തന്നെയാണെന്ന് ഉറപ്പിക്കാം അല്ലേ സാർ? അങ്ങനെ അവരുടെ ആ വാക്കുകൾ കേൾക്കുന്നതും രാധിക തകർന്നു പോകുവാണ്. ആകെ തകർന്ന് അവിടെ തന്നെ തളർന്ന് വീഴുവാണ് കേട്ടോ രാധിക. ഇല്ല, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ വിട്ടു പോകാൻ പറ്റില്ല വരുൺ എന്നൊക്കെ പറഞ്ഞ് രാധിക അലറി വിളിച്ച് കരയുവാണ്. ഇതേ സമയം തന്നെ എല്ലാ ടി വി ചാനലിലും ശ്യാമയുടെ മരണത്തിന് ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം കിരൺ കുത്തുകൊണ്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ദുർഗ കിരണിനെ പരിചരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ അവരും ശ്യാമയുടെ മരണവാർത്ത ടി വിയിലൂടെ കാണുവാം. അത് കാണുന്നതും ദുർഗ വല്ലാതെ അപ്സെറ്റായി പോകുവാണ്. മാത്രമല്ല മോർച്ചറിൻ്റെ ഫ്രണ്ടിൽ രാധിക നിൽക്കുന്നതും ആ ശ്യാമയുടെ വസ്തുക്കളെല്ലാം തിരിച്ചറിഞ്ഞ് രാധിക പൊട്ടിക്കരയുന്നതും ഒക്കെ ടി വിയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മോർച്ചറി കയറി രാധിക ശ്യാമയുടെ ആ ബോഡി കാണുകയും അത് കണ്ട് വരുണിനെ ചേർത്ത് പിടിച്ച് അലറി വിളിച്ച് കരയുന്നതും ഒക്കെ കാണുവാണ്. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ദുർഗക്കും വല്ലാതെ സങ്കടമാകുവാണ്. ഈ സമയം കിരണത് ശ്രദ്ധിക്കുന്നുണ്ട്. ഗായിക ശ്യാമയുടെ മരണം തന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു അല്ലേ? അന്നേരം ദുർഗ പറയണേന്, ഗായിക ശ്യാമ എല്ലാവരും ആരാധിക്കുന്ന ആളാ, എൻ്റെ പ്രിയപ്പെട്ട ഗായികയായിരുന്നു. പക്ഷേ ശ്യാമ മഠത്തിൻ്റെ മരണത്തേക്കാൾ എന്നെ തളർത്തി കളഞ്ഞത് രാധികയുടെ സങ്കടമാണ്. തനിക്ക് ആ കുട്ടിയെ അറിയുമെന്നോ? കുഞ്ഞുനാൾ മുതലേ എനിക്കറിയാം രാധികേനെ. എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട സമയത്തൊക്കെ ഞാൻ ചില ദുസ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു, അമ്മയെ ആരും ഉപദ്രവിക്കാൻ വരുന്നതായിട്ടൊക്കെ. അങ്ങനെ എൻ്റെ പേടി കാരണം മുത്തശ്ശി അടുത്തുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എന്നെയും കൊണ്ട് ഭജനയ്ക്കിരുത്താൻ പോകും. ഒരാഴ്ച അവിടെ ഭജന ഇരിക്കേണ്ടി വന്നു. ആ സമയം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് അവിടുത്തെ തിരുമേനിയാ, ദേവനാരായണൻ തിരുമേനി, രാധികയുടെ വളർത്തച്ഛൻ. അവിടെ ഞാൻ ഭജനയ്ക്കിരിക്കുന്ന ആദ്യ ദിവസം തന്നെ കൃഷ്ണ ഭഗവാനുള്ള ഒരു സ്തുതി മനോഹരമായിട്ട് പാടുന്നൊരു പെൺകുട്ടിയെ കണ്ടു. ഞാൻ അടുത്ത് ചെന്ന് നോക്കി, ഒരു സുന്ദരി പെൺകുട്ടിയും. ആ കുട്ടിയെ രാധിക. ഭജന തീരുന്ന വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എന്നെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കാനും ഓമനിക്കുവാനൊക്കെ ഒരു അമ്മയും കൂടി ഉണ്ടായിരുന്നു എനിക്ക്, യശോദാമ്മ, രാധികയുടെ വളർത്തമ്മ. എന്നെ രാധികയും ചേർത്ത് പിടിച്ച് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണെന്ന് അമ്മ പറഞ്ഞത്. അതിനുശേഷം കുറേ നാൾ ഞാൻ അവിടെയൊക്കെ പോവുകയും ഞാനും മുത്തശ്ശി ഒരുമിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമൊക്കെ ആയിരുന്നു. പിന്നീട് ഈ അടുത്തിടയ്ക്കാണ് പ്രൊഫഷണലി ചില തിരക്കുകളൊക്കെ വന്നപ്പോഴോ അങ്ങോട്ടുള്ള കോണ്ടാക്റ്റൊക്കെ കുറഞ്ഞു പോയത്. കൃത്യമായിട്ട് പറഞ്ഞാൽ രാധികയുടെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമയത്തൊക്കെ ദേവനാരായണ തിരുമേനി പറയുമായിരുന്നു, രാധികയുടെ അമ്മ ഒരു ഐശ്വര്യമുള്ള സ്ത്രീ തന്നെയായിരിക്കുമെന്ന്. അതെന്താണെങ്കിലും അച്ചട്ടായില്ലേ, എല്ലാവരും ആരാധിക്കുന്ന ശ്യാമ മാഡം തന്നെയല്ലേ അവളുടെ അമ്മ. ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവളും ശ്യാമ മാഡം തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച്. അന്നേരം അവളതങ്ങ് ചിരിച്ച് കളഞ്ഞതേ ഉള്ളൂ. അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇത്രയും വലിയൊരു രഹസ്യം അവളുടെ ജന്മത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന്. അമ്മയെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഒരു ജന്മം മുഴുവൻ കാത്തിരുന്ന് തൻ്റെ അമ്മയെ കണ്ടെത്തിയതിനു ശേഷം അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുമ്പോൾ അവൾ എന്തോരം വേദനിക്കുന്നുണ്ടാവും. അതോർക്കുമ്പോഴാണ് കിരൺ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നും പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുവാണ് കേട്ടോ. ദുർഗ പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ മരണത്തെ തുടർന്ന് ആരാധകരും മറ്റു കുറേ ആൾക്കാരും ഒക്കെ വലിയ പ്രതിഷേധം നടത്തുവാണ്. ശ്യാമയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, പോലീസ് നീതി വാദിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്. ഇതൊക്കെ കണ്ട് CM DGPനെ വിളിച്ച് ശ്യാമയുടെ കൊലപാതകത്തിന് പിന്നിൽ എന്ത് തന്നെയാണ് കാരണമെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് പറയുവാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറയുക. മാത്രമല്ല ശ്യാമയെ സ്നേഹിക്കുന്നവരും ശ്യാമയെ ആരാധിക്കുന്നവർക്കും
പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമോ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ഞാനും ഒത്തിരി ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു ശ്യാമ മാഡം. സത്യം പറഞ്ഞാൽ മാഡത്തിൻ്റെ അവസ്ഥയിൽ എനിക്കും വല്ലാത്ത സങ്കടമുണ്ട്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുവാണ്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൻ്റെ പേരിൽ ഇതും പറഞ്ഞ് പല അട്ടിമറികളും നടക്കാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഞാൻ വോട്ടിങ്ങിൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ല. മനുഷ്യത്വപരമായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമ മാഡത്തിന് നീതി കിട്ടണം. ശ്യാമയുടെ മരണത്തിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കണം. അതുപോലെ ശ്യാമയുടെ കുടുംബത്തിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്ത് സഹകരണം വേണമെങ്കിലും കൊടുക്കണം. അങ്ങനെ DGP അവിടെ നിന്ന് പോകുവാണ്. DGP പോയതിനു ശേഷം ജോർജിനെയും CM വിളിക്കുന്നുണ്ട്. എടോ ജോർജ്, താൻ ഇവിടെ നടക്കുന്ന വാർത്തയൊക്കെ കണ്ടില്ലേ? ശ്യാമയുടെ മരണം. കണ്ടു സാർ, ഞാനിപ്പോൾ ലൈവായിട്ട് അതിൻ്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ജനങ്ങളാകെ ഇളകിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, തൻ്റെ നേതൃത്വത്തിലുള്ള അണ്ടർ കവർ ടീമുണ്ടല്ലോ, നിങ്ങളുടെ ടീമിന് ഫുൾ സ്വാതന്ത്ര്യം തരിക എന്നുള്ളത് മാത്രമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിലുള്ള നിഗൂഢത എന്താണെന്ന് കണ്ടെത്തിയിരിക്കണം. അതിന് തൻ്റെ ടീമിന് ആവശ്യമായിട്ടുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. താനെന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വാ. അപ്പോഴേക്ക് ഞാൻ ഓർഡറൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. എത്രയും പെട്ടെന്ന് തന്നെ 24 hours അതിനുള്ളിൽ തന്നെ ഇതിനെനിക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം കിട്ടിയിരിക്കണം. ശരി സാർ, അത് ഞങ്ങളേറ്റു. അങ്ങനെ ജോർജ് സാർ ഉടനെ തന്നെ ഈ വിവരം ദുർഗേനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദുർഗയ്ക്ക് ഒത്തിരി സന്തോഷമാകണേ. അങ്ങനെ ശ്യാമയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത എന്താണെങ്കിലും അത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും കണ്ടെത്തിയിരിക്കുമെന്ന് ദുർഗയും പറയുവാണ്. അത് കേൾക്കുന്നതും കിരൺ പറയുന്നുണ്ട്, എനിക്കും ഈ മിഷനിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ. അല്ല കിരൺ, തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തനിക്ക് റെസ്റ്റ് ആവശ്യമില്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. സാറൊന്ന് ഇവിടുത്തെ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്താൽ മാത്രം മതി. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനും കൂടി വരാം. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കാം. എന്നാൽ ദുർഗ, ഇന്ന് തന്നെ വേണം നമ്മൾ അന്വേഷണം തുടങ്ങാനായിട്ട്. ഒട്ടും സമയം പാഴാക്കാനില്ല. 24 hours തന്നെ CMന് നല്ലൊരു മറുപടി നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റണം. തനിക്കായിരിക്കും ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ദുർഗ കിരണിനോട് പറയണേ, എന്താണെങ്കിലും ഉടനെ തന്നെ ഈ കേസിലൊരു തീരുമാനം ഉണ്ടാക്കണം. ആദ്യം തന്നെ രാധിക ഒന്നിച്ചെന്ന് കാണണം. അവളാകെ തകർന്നിരിക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ ബോഡി ഉണ്ടല്ലോ, അത് കത്തിക്കാനായിട്ട് അവർ ചിതയൊക്കെ കൂട്ടിവെച്ചിരിക്കുവാണ്. ഈ സമയം ദേവനാരായണനും സൂര്യവരനൊക്കെ ഉണ്ടാകും. അവിടെ ACPയും കൂടെ ഉണ്ടാകും. അന്നേരം ദേവനാരായണൻ പറയണേ, ശ്യാമ മാഡം എത്രയോ വലിയ സെലിബ്രിറ്റി ആയിരുന്നു, എന്നിട്ടും ഈ ഒരു രീതിയിലായിപ്പോയല്ലോ. മാഡത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നത്. എല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയല്ലേ, പക്ഷേ എന്ത് ചെയ്യാനാ? അന്നേരം വരൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്നാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. CMൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ബോഡിയെങ്കിലും നമുക്ക് വിട്ടു തന്നത്. അധികം മാധ്യമപ്രവർത്തകരെയൊന്നും അറിയിക്കാതെയാണ് ആ ഒരു വീട് സ്ഥലത്ത് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെയൊക്കെ അറേഞ്ച് ചെയ്തത്. ഈ സമയം ACP വരുന്നുണ്ട്. വരുൺ, അധിക സമയമൊന്നും ലേറ്റാകാൻ പാടില്ല. മാധ്യമപ്രവർത്തകരെങ്ങാനും അറിഞ്ഞു വന്നാലുണ്ടല്ലോ, പിന്നെ ഒരു ജനസാഗരം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അറിയാം സാർ, രാധിക ചിതക്ക് തീ കൊളുത്താൻ പോകുന്നത്. അയാളിപ്പോൾ വരും. ഇതേ സമയം യശോദയാണെങ്കിൽ രാധികയെ കുളിച്ച് ഈറനെ കണിയിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ രാധിക പൊട്ടിത്തകർന്ന് ചങ്കുപൊട്ടുന്ന വേദനയോടെ ശ്യാമയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാണ്. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ ചിതക്ക് തീ കൊളുത്തി. വരുണിനെ അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് തളർന്ന് വീഴുവാണ് രാധിക. പിന്നീട് വീട്ടിലെത്തിയ രാധിക അമ്മയുടെ മടിയിൽ സങ്കടപ്പെട്ട് കിടക്കുവാണ്. ചെറിയൊരു മയക്കത്തിലാവുന്ന രാധിക പെട്ടെന്ന് തന്നെ അമ്മയെക്കുറിച്ചുള്ള എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയം ദേവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് രാധിക പറയണേ, അച്ഛാ, നമ്മൾ ചിത കത്തി തീരുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോയില്ലേ? അത് മുഴുവൻ കത്തി തീർന്ന് കാണോ? എപ്പോഴാണ് ചിതാഭസ്മം കിട്ടുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവന്ന് തരാൻ പറയണോ അച്ഛാ അവരോട്? അത് നമുക്ക് ഇവിടെ തന്നെ സൂക്ഷിക്കാം. 41 ദിവസം അതിവിടെ തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് സമനില തെറ്റിയ പോലെ എന്തൊക്കെ വിളിച്ച് പറയുവാണ്ടോ രാധിക. അങ്ങനെ രാധികയുടെ അവസ്ഥയൊക്കെ കണ്ട് തകർന്ന് നിൽക്കുവാണ് ദേവനാരായണനും യശോദയൊക്കെ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ദുർഗയും കിരണും കൂടി ശ്യാമയുടെ ബോഡി കിട്ടിയ സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ പരിശോധിക്കുവാണ്. മറ്റെന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്നും കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അവർ രണ്ടാളും കൂടി നേരെ രാധികയുടെ വീട്ടിലേക്ക് പോകുക. അങ്ങനെ ദുർഗേനെ കാണുന്നതും ദേവനാരായണനും യശോദക്കും ആളെ തിരിച്ചറിയുവാണ്. രണ്ടുപേരും ഒത്തിരി സന്തോഷത്തോടെ തന്നെ ദുർഗയെ സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് കരഞ്ഞ തകർന്ന രാധികയുടെ അരികിലേക്ക് ചെന്ന് രാധികയ്ക്ക് ധൈര്യം കൊടുക്കുന്ന ദുർഗേനെയാണോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്